കോട്ടയം മെഡിക്കൽ കോളേജിൽ ആശുപത്രി കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന്റെ മൃതദേഹം തലയോലപ്പറമ്പിലെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. സങ്കടകരമായ കാഴ്ചയാണത്, വൈകാരികമായ രംഗങ്ങളാണത്. പൊതുദർശനത്തിന് ശേഷം രാവിലെ 11 മണിയോടുകൂടിയാണ് സംസ്കാരം നടക്കുക. മൃതദേഹത്തിന് മുന്നിൽ പൊട്ടിക്കരയുന്ന മകനെയും ഭർത്താവിനെയും മകളെയും നമുക്ക് കാണാൻ കഴിയും. അമ്മയുടെ ദൃശ്യങ്ങളാണത്. ആ നാടിന് താങ്ങാൻ കഴിയുന്നതല്ല, ആ വീടിന് താങ്ങാൻ കഴിയുന്നതല്ല ആ സങ്കട വാർത്ത. അനാസ്ഥയുടെ ഇരയായി മാറുകയാണ് ആ ബിന്ദു എന്ന സ്ത്രീ. കെടുകാര്യസ്ഥതയുടെ ഇരയായി മാറുകയാണ്, നാടിൻ്റെ നോവായി മാറുകയാണ് അവർ. ആ തലയോലപ്പറമ്പിലെ വീട്ടിൽ നിന്നുള്ള, ആ 2 മുറി വീട്ടിൽ നിന്നുള്ള, പണി പൂർത്തിയാവാത്ത ആ വീട്ടിൽ നിന്നുള്ള വളരെ സങ്കടകരമായ വൈകാരികമായ രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി വീട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. അശ്വിൻ, നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള സങ്കടകരമായ രംഗങ്ങളാണ് അവിടെ. പൊട്ടിക്കരയുന്ന മകൻ, അതുപോലെ മകൾ, ഇപ്പോഴത്തെ അമ്മയുടെ ദൃശ്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നു. ഒരുപാട് കഷ്ടപ്പെട്ട് ആ കുടുംബത്തിൻ്റെ അത്താണിയായി നിന്ന്, ആ കുടുംബത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രധാനിയായി നിന്ന് ഇങ്ങനെ വിട പറഞ്ഞു പോകുന്നു, അപ്രതീക്ഷിതമായി ഇങ്ങനെ വിട പറഞ്ഞു പോകുന്നു. അത് ആ വീടിനോ നാടിനോ താങ്ങാൻ കഴിയുന്നതല്ല. സങ്കടകരമായ കാഴ്ചകൾ. അശ്വിൻ. റിജിത്ത്, തീർച്ചയായും നമുക്ക് ഈ വീട്ടിലേക്ക് എത്തിയപ്പോൾ മുതൽ, വീടിൻ്റെ പരിസരത്തേക്ക് എത്തിയപ്പോൾ മുതൽ അതേ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് എവിടെ നോക്കിയാലും കാണുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ബിന്ദുവിൻ്റെ അമ്മയാണ്. ആദ്യമായാണ് ബിന്ദുവിൻ്റെ അമ്മ മരണശേഷം ബിന്ദുവിൻ്റെ മൃതശരീരം കാണുന്നത്. നമുക്ക് അവർ പൊട്ടിക്കരയുന്ന കാഴ്ചകൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന്, ഈ സ്ഥലത്തു നിന്ന് കാണാനാവുന്നുണ്ട്. നമുക്കൊരിക്കലും കണ്ടു നിൽക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് വൈകാരികമായ രംഗങ്ങൾ, വൈകാരികമായ കാഴ്ചകളാണ് ഈ വീട്ടിൽ നിന്ന് നമുക്ക് കാണാനാകുന്നത്. അത് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്നും അറിയില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ചെറിയ ഒരു ഗ്രാമപ്രദേശമാണ്. ഒരുപാട് വീടുകൾ തിങ്ങി നിറഞ്ഞ് കഴിയുന്ന, അവരുമൊക്കെയായി വളരെ ആത്മബന്ധമുള്ള, എല്ലാ വീടുകളും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് കഴിയുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മരണത്തെ ഉൾക്കൊള്ളാൻ ഇപ്പോഴും ഈ നാടിനായിട്ടില്ല. അതങ്ങനെ ഉൾക്കൊള്ളുമെന്നുള്ള ഒരു വലിയ ചോദ്യം കൂടി അവശേഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും എല്ലാവരിലും ആ വിഷമം അത് വലിയ തോതിൽ അവരെ ബാധിച്ചിട്ടുണ്ട്, അവരുടെ മനസ്സിനെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും അമ്മ ആ മൃതശരീരത്തിനരികിൽ, ബിന്ദുവിൻ്റെ അമ്മ ആ മൃതശരീരത്തിനരികിൽ നിന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ, എന്ത് സംഭവിച്ചു എന്നറിയാതെ മകളുടെ മൃതശരീരം കാണേണ്ടി വരുന്നൊരു അമ്മയുടെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതാണ്. ആ അരികിൽ തന്നെ ഭർത്താവ് വിശ്രുതനുണ്ട്, മകൻ നവനീതുണ്ട്, മകൾ നവമയുണ്ട്. എല്ലാവരും തന്നെ തകർന്നിരിക്കുകയാണ്. ഇന്നലെ മുതൽ, ഈ സംഭവം അറിഞ്ഞപ്പോൾ മുതൽ ഈ ബന്ധുക്കളുടെ അവസ്ഥ നമ്മൾ പല ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കാണുന്നതാണ്. എന്തായാലും അത് എങ്ങനെ ഇവർക്ക് ഇതിനെ മറികടക്കാനാവും എന്നുള്ള വലിയ ചോദ്യമുണ്ട്. അതൊക്കെ വലിയ ഒരു ദുഃഖം നിലനിൽക്കുന്ന, വലിയ ഒരു സങ്കടകരമായ ഒരു അവസ്ഥയിലേക്ക് നാടിനെ ആകെ തള്ളിവിടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും 11 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. പൊതുദർശനം വീടിന് സമീപത്തുള്ള ചെറിയ ഒരു സ്ഥലത്താണ് പൊതുദർശനം ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഏറെക്കുറെ നാട്ടുകാർ ഇതിനോടകം തന്നെ ഇവിടെ എത്തി മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിച്ചിട്ടുണ്ട്. ഇനി ജനപ്രതിനിധികളടക്കം എത്തേണ്ടതുണ്ട്. നിലവിൽ വൈക്കം MLA CK ആശ നേരിട്ട സ്ഥലത്ത് ഇന്നലെ മുതലുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ ക്രമീകരണങ്ങളെല്ലാം നടക്കുന്നത്. സർക്കാർ നൽകിയ ചുമതലയാണ്. ഒപ്പം ഈ പ്രദേശത്തെ നിയന്ത്രണം പൂർണ്ണമായും പോലീസ് ഏറ്റെടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ക്രമീകരണങ്ങളെല്ലാം പോലീസിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. വാഹന ഗതാഗതമടക്കം വാഹനങ്ങളൊന്നും ഈ വീടിന് സമീപത്തേക്ക് കയറ്റി വിടുന്നില്ല. അത്തരത്തിൽ വലിയ തിരക്ക് സ്വാഭാവികമായും ഉണ്ടാകും. അത്രത്തോളം വൈകാരികമായി ഒരു നാട് ഏറ്റെടുത്ത, അല്ലെങ്കിൽ ഒരു നാടിനെ ദുഃഖത്തിലാഴ്ത്തിയ സംഭവമാണ്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ, വലിയ പോലീസ് സന്നാഹമൊക്കെ ഈ വീടിന് ചുറ്റും, ഈ നാടിന് ചുറ്റിലുമുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ അധികം ആളുകൾ ഈ നാട്ടിൽ നിന്ന്, ഈ പ്രദേശത്തുള്ള അധികം ആളുകൾ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാനില്ല. ഏറെക്കുറെ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ ബിന്ദു താമസിച്ചിരുന്ന ആ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആ വീട്ടിൽ മൃതദേഹം എത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വൈകാരികത, ആ ഒരു ദുഃഖമൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതാണ്. എന്തായാലും ഇപ്പോഴും ആ മൃതദേഹത്തിനരികെ ഇരിക്കുന്നവരുടെ ആ മുഖം, അവരുടെ അവസ്ഥ തന്നെയാണ് നമ്മളെയും സങ്കടത്തിലാക്കുന്നത്. ഒരുപക്ഷെ ഈ ദൃശ്യങ്ങൾ കാണുന്ന പ്രേക്ഷകരെയും ഒക്കെ അത് ആ ഒരു ദുഃഖം അവരുടെ മനസ്സിലേക്ക് കൂടി പടരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ മുതൽ ഈ ഒരു അപകടം സംഭവിച്ച്, അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടു, അത് തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവാണ് എന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഈ നാടിനുണ്ടായ ഒരു ദുഃഖമുണ്ട്, ഈ നാടിനുണ്ടായ ഒരു വേദനയുണ്ട്. അത് ഈ നാട് പ്രകടിപ്പിക്കുന്ന മണിക്കൂറുകളാണ് നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്നത്. ഈ നിറകണ്ണുകളില്ലാത്ത ഒരാളെപ്പോലും നമുക്ക് ഇതിൽ നിന്ന് അത്രത്തോളം വേദനാജനകം നമുക്ക്
ഒക്കെയാണുള്ള കാഴ്ചകൾ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തലയോലപ്പറമ്പിലെ ബിന്ദുവിൻ്റെ വീട്ടിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഒരു 2 മുറി വീട്, അത് തന്നെ പണി പൂർണ്ണമായി പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു വീട്. ആ വീടിൻ്റെ താങ്ങായി തണലായി നിന്നത്, കുട്ടികളെ പഠിപ്പിച്ചത്, ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയത്, അമ്മയുടെ കാര്യങ്ങൾ നോക്കിയതൊക്കെ ബിന്ദുവാണ്. ഒരു ടെക്സ്റ്റൈൽസിലൊരു ചെറിയ ജോലിയാണ്, ദിവസവേതന അടിസ്ഥാനത്തിലുള്ള ഒരു ചെറിയ ജോലിയാണ് ബിന്ദുവിനുണ്ടായിരുന്നത്. 300 രൂപയാണ് അവർക്ക് ദിവസവും കിട്ടിയിരുന്നത്. ആ വരുമാനം കൊണ്ടാണ് ആ കുടുംബത്തിൻ്റെ അത്താണിയായി അവർ നിന്നത്. അതിനിടയിലാണ് മകൾക്കൊരു ആശുപത്രി ആവശ്യം വന്നപ്പോൾ മകൾക്ക് കൂട്ടിരിപ്പുകാരിയായി അമ്മ ആശുപത്രിയിലേക്ക് പോയതാണ്, കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയതാണ്. അതിനിടയിലാണ് ഇങ്ങനൊരു അപ്രതീക്ഷിത സംഭവം ഉണ്ടാവുന്നത്. നാടിൻ്റെ ആകെ വേദനയായി നവനീതും നവമിയും മാറുന്നുണ്ട്. നവനീതിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആദ്യ ശമ്പളം അമ്മയ്ക്ക് നൽകാൻ ആശുപത്രിയിലേക്ക് എത്തിയ മകനാണ്. പക്ഷേ ഇങ്ങനെ അമ്മ തിരിച്ച് വീട്ടിലേക്ക് വരും എന്ന് നവനീത് ഒരിക്കലും കരുതിയിരുന്നില്ല. പൊട്ടിക്കരയുന്ന നവനീതിനെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. നവനീതിന് കഴിഞ്ഞ മാസമാണ് എറണാകുളത്തൊരു ചെറിയ ജോലി ശരിയാവുന്നത്. അതിന് കിട്ടിയ ആദ്യ ശമ്പളം അത് അമ്മയെ ഏൽപ്പിക്കണം എന്നുള്ളതായിരുന്നു നവനീതിൻ്റെ ആഗ്രഹം. അങ്ങനെ ആ ശമ്പളം കിട്ടിയെങ്കിലും അമ്മയും സഹോദരിയും ഒക്കെ ആശുപത്രിയിലായതിനാൽ അത് അമ്മയെ നേരിട്ട് ഏൽപ്പിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഇന്നലെയാണ് നവനീത് ആശുപത്രിയിലേക്ക് എത്തുന്നത്. തുടർന്നാണ് ആശുപത്രിയിലേക്ക് എത്തുന്നത്. അമ്മയുടെ മൃതദേഹത്തിനരികെ വിങ്ങിപ്പൊട്ടിയ നവനീതിനെ ആശ്വസിപ്പിക്കാൻ കണ്ടു നിൽക്കുന്നവർക്കും കഴിയുന്നില്ല. അത്രയും വലിയൊരു വേദനയിലൂടെ, ഒരു സങ്കടക്കടൽ നെഞ്ചിൽ താങ്ങിയാണ് ആ 2 മക്കളും അവിടെ ഇരിക്കുന്നത്, നവനീതും നവമിയും. നവമിയുടെ ചികിത്സയ്ക്ക് വേണ്ട ആവശ്യങ്ങൾക്കായാണ് അമ്മ ആശുപത്രിയിലേക്ക് എത്തിയത്. ഈ അമ്മയെ കാണാനില്ല, ബിന്ദുവിനെ കാണാനില്ല എന്നുള്ള വിവരം അവിടെ കെട്ടിടം തകർന്ന് തെരച്ചിൽ നടക്കുന്ന ഘട്ടത്തിൽ ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നതും നവനീതാണ്. പിന്നീട് ഇങ്ങനെ ഒരു മൃതദേഹം കണ്ടെത്തുന്ന ഘട്ടത്തിൽ അത് തിരിച്ചറിയുന്നതും നവനീതാണ്. അത്രയും വലിയൊരു താങ്ങാൻ കഴിയാത്ത വേദനയോടുകൂടിയാണ് ആ 2 മക്കൾ അവിടെ ഇരിക്കുന്നത്. ഒപ്പം തന്നെ ഭർത്താവ് ഇന്നലെ പ്രതികരിക്കുന്നത് കണ്ടു. ഞാനല്ല ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും, ആ വീടിന് വേണ്ട എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിയത്, അത് സാമ്പത്തികമായി തന്നെ നിറവേറ്റിയത് ബിന്ദുവാണ് എന്ന് പറയുന്ന ഭർത്താവിനെയൊക്കെ നമ്മൾ കണ്ടിരുന്നു. കുടുംബസ്വത്തായി കിട്ടിയ 5 സെൻറ്റ് സ്ഥലമാണ്, അവിടെ നിർമ്മാണം പൂർത്തിയാകാത്ത ഒരു ചെറിയ വീട്, വിദ്യാഭ്യാസ വായ്പയൊക്കെ എടുത്ത് മക്കളെ പഠിപ്പിച്ച്, അപ്പോഴും ഈ കഷ്ടതകളൊക്കെ അനുഭവിക്കുമ്പോഴും അവർ കാട്ടിയൊരു ജാഗ്രത, അത് 2 മക്കൾക്കും മികച്ച വിദ്യാഭ്യാസം നൽകണം എന്നുള്ളത് അവരുടെ ആഗ്രഹമായിരുന്നു, ബിന്ദുവിൻ്റെ ആഗ്രഹമായിരുന്നു. അത് അവർക്ക് നിറവേറ്റാനും കഴിഞ്ഞിട്ടുണ്ട്. ബിന്ദുവിൻ്റെ അമ്മ സീതാലക്ഷ്മിയെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അമ്മയ്ക്കും സഹിക്കാൻ കഴിയുന്നതല്ല ആ വേദന. ഒരു ചെറിയ ഗ്രാമപ്രദേശമാണ്, വീടുകളൊക്കെ അടുത്തടുത്ത് വീടുകളൊക്കെയുള്ള പ്രദേശമാണ്. സമീപത്തെ വീടുകളിലുള്ളവരുമായൊക്കെ നാട്ടുകാരുമായൊക്കെ നല്ല ബന്ധം സൂക്ഷിച്ചവരാണ്. എല്ലാവർക്കും പറയാനുള്ളത്, അവിടെ ഉള്ള നാട്ടുകാരുടെ പ്രതികരണങ്ങളൊക്കെ തേടുന്ന ഘട്ടത്തിൽ ബിന്ദുവിനെക്കുറിച്ച് പറയാനുള്ളത്, ബിന്ദുവിൻ്റെ കഠിനാധ്വാനത്തെക്കുറിച്ച്, ആ കുടുംബത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ, ആ കുടുംബത്തിന് നെടുന്തൂണായി നിൽക്കുന്നതിൽ ബിന്ദു എത്രത്തോളം കഷ്ടപ്പെട്ടു എന്നുള്ള കാര്യമാണ് അവിടെയുള്ള ആളുകൾക്കൊക്കെ പറയാനുള്ളത്.